ഇന്നത്തെ വീഡിയോ തുടങ്ങണ ഇന്ന് വ്യാഴാഴ്ചയാണ്. മഴയ്ക്ക് തൃശ്ശൂര് ഞങ്ങൾ ചാവക്കാട് കുന്നോളം കൂടി ഒരു ഭാഗത്ത് കുറച്ചൊരു ശമനമുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാ സുന്ദരിമണി കുളിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് പുട്ടും പഴമാണ്. പഴം അവിടെ റെഡിയാണ്. പുട്ട് എടുത്തിട്ട് വരാട്ടാ. സുന്ദരിമണിക്കുള്ള പുട്ട്, സുന്ദരിമണിക്കുള്ള പുട്ട് കഴിഞ്ഞപ്പോൾ ഞാനും സുന്ദരിമണിയും കൂട്ടാണ്. അച്ഛമ്മ വന്നിട്ടുണ്ട്. അച്ഛമ്മ ഇതിൽ നല്ല നല്ല പഴം നോക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. കാണിച്ചാൽ ഇതാണ് സുന്ദരിമണി പുതിയ ഇത് സുന്ദരിമണിയുടെ കൊട മാലില്ലാത്ത കാരണം കൊട മിസ്സാവുന്ന വേഗിയുടെ അടുത്ത് തന്നെ കൊട വെക്കുന്നത്. വാതിൽ മെല്ലെ തുടങ്ങുന്നുണ്ട്. കസാര ഇട്ടിട്ട് ഞാൻ അവിടെ ഇരിക്കാൻ പോവാണ്. ചൊത്തര വന്നാൽ ചൊത്തരയ്ക്ക് കൊടുക്കാം. ഞാൻ ഒരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങാം. പിന്നെ വേഗം കഴിയും. ഇന്റെ കഴിഞ്ഞില്ല എന്ന് പറയണ്ടല്ലോ. കണ്ടില്ലേ ഉപ്പും പഴൂട്ടാ. നാടൻ പഴമാണ്. ഇട്ടോ പാപ്പന്റെ പറമ്പിൽ ഉണ്ടായിട്ടുള്ള നാടൻ പഴമാണ് കേട്ടോ. പുറത്തേക്ക് ഇരിക്കും നല്ലത്. സുന്ദരിമണിയുടെ കുഞ്ഞി കസാര ഞങ്ങള് പണി എങ്ങനെ അങ്ങനെ പുതിയ കസാര. സുന്ദരിമണിയുടെ പാട്ടുണ്ട് കേട്ടോ. ഇട്ടുമ്പോഴും എന്താണ് വേറെ വിശേഷങ്ങൾ? വീഡിയോ കാണുന്ന സന്തോഷം. ഇന്നലെ ഞങ്ങളൊരു ആയുർവേദിക് വെളിച്ചെണ്ണ വാങ്ങിയത് ദേവട്ടി ഞാൻ യൂസ് ചെയ്തു. ദേവട്ടി നല്ല തുമ്മലായ കാരണം ഇന്നലെ രാത്രി ലൈവ് എടുക്കാണ്ട് കിടന്നു തുടങ്ങിട്ടാ. സുന്ദരിമണി എക്കാൾ ഇന്ന കുറ്റം പറയുന്നത്. സുന്ദരിമണി എന്ത് പറഞ്ഞു ദേവട്ടി അവസാനം എന്ത് പറഞ്ഞ അവസാനം എൻ്റെ മെത്തിക്ക് വരും. ചൊത്തരെ ബാക്കി ദിവസം കൂടെ വന്നിട്ട് പുട്ട് തീരാറായി. അങ്ങനെ പറഞ്ഞ വേഗം വരും. ഇന്നലെ നല്ല കൊള്ളിസ്റ്റും പരിപ്പോടേട്ടാ ദേവട്ടി കഴിച്ചത്. കൊള്ളിസ്റ്റും പരിപ്പോടേനെ കുറിച്ചിട്ട് കാര്യം പറയട്ടെ. ഞങ്ങള് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കുന്നോളം കുറുക്കന്മാരുടെ അടുത്ത് LFന്റെ ഒരു കോൺവെന്റ് ഉണ്ടായിരുന്നു. LFന്റെ അല്ല, ബദനിയുടെ. അപ്പോൾ അവിടെ പുതിയതായിട്ട് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫുൾ ക്ലീനിങ്ങും പെയിൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സുഹിത്ത്, അനന്തു, രാജേഷേട്ടൻ അങ്ങനെ കുറച്ച് ടീം ഒക്കെ കൂടിയിട്ട് അവിടെ പെയിൻറ്റിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഗുരുവായൂരിൽ നിന്ന് വരുമ്പോൾ കുറുക്കമ്പാറ സെൻറ്ററിൽ തന്നെ, കുന്നോളത്ത് വരുമ്പോൾ കുറുക്കമ്പാറ സെൻറ്ററിൽ തന്നെ. ആ കുറുക്കമ്പാറ സെൻറ്ററിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഓല മേഞ്ഞൊരു വീട് പോലത്തെ ഒരു സംഭവമുണ്ട്. ചായക്കടയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 മണി നേരത്ത് പണിക്കാർ ചായ കുടിക്കാൻ കഴിഞ്ഞാൽ കൊള്ളിസ്റ്റും പരിപ്പോടയും കിട്ടും. കൊള്ളിസ്റ്റുവിന് 10, പരിപ്പോടയ്ക്കും 10 തോന്നുന്നുണ്ട്. അത് ഞെട്ടാവണമെന്ന് ഓർമ്മയില്ല കേട്ടോ, കുറേ മുന്നേ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ കൊള്ളിസ്റ്റും പരിപ്പോടയും കഴിക്കും. ഇന്നലെ ദേവട്ടി ടീംസ് ദേവട്ടി ശിഷ്യറ്റൊക്കെ കൂടിയിട്ട് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കൊള്ളിസ്റ്റും പരിപ്പൊടിയും കഴിക്കുന്നത്. അപ്പൊക്ക് ഓർമ്മ വന്നപ്പോൾ ദേവട്ടിയോട് ഈ കഥ പറഞ്ഞു കേട്ടോ. അപ്പം നിങ്ങളോടും കൂടി പറയാം. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലെ പണിക്ക് നാട്ടിലെന്തെങ്കിലും ചെറിയ ചെറിയ പണിക്ക് പോകുന്ന കാലഘട്ടങ്ങളിലാ നമുക്ക് ഇങ്ങനെ സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും കഴിച്ച ഓർമ്മകളുണ്ടെങ്കിൽ പങ്കുവെക്കണം. തലാട്ടുണ്ട് കോളേജ് എന്ന് പറഞ്ഞാലും നല്ല കിട്ടും. അപ്പൊ തലാട്ട് നേട്ടി അങ്ങനെ കുറവാണ്, കൂടുതലങ്ങനെയാ. വീഡിയോ പകുതിയായിട്ടാ അമ്മേനും മോളനും കാണാനില്ല. പുട്ടുമഴാണ്, പുട്ടുമഴ. അച്ഛനും കഴിക്കും, ഞാനും കഴിക്കും. ക്യൂട്ടീസ് ജലദോഷം വേണ്ടി പിന്നെ എടുക്കുന്നുണ്ട്. ഓയിൽ വെച്ചൊക്കെ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണ, സ്പെഷ്യൽ വെളിച്ചെണ്ണ. തലക്ക് പിടിച്ചില്ല, പല്ലിച്ചിട്ടില്ലേ? നല്ല രസമുണ്ട് പുട്ട. ആഴ്ചയിൽ ഒരു ദിവസം പുട്ട്, ഒരു ദിവസം ദോശ, ഒരു ദിവസം അങ്ങനെ മാറി മാറി ഉണ്ടാക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും അല്ലേ?
ഇന്നലെ ഇഡ്ഡലി അതിന്റെ പിറ്റേന്ന് ഇഡ്ഡലി മുന്നത്തെ ദിവസം തലേ ദിവസം തലേ ദിവസം അഭിലാഷിട്ട് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു ഇനി കഴിച്ചോണ്ട്. കൂട്ടാ നോക്കിക്കോ ഉണ്ടാക്കലും നടക്കില്ലേ സ്വക്കാരോട് ഇന്നലെ പറഞ്ഞതല്ലേ ആ മാലയുടെ ഉള്ളിൽ കൂടെയാണ് ഞാൻ അതാണ് പറഞ്ഞത് ഉണ്ണി വെറുതെ അങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ ശരിയല്ലോ അത് മോട്ടർ അടിക്കണത് അല്ലേ പക്ഷെ അതാവില്ല കേട്ടാ ആ സമയത്ത് നമ്മൾ മോട്ടർ അടിച്ചിട്ടില്ല എന്താണ് ടൂ കുട്ടീസ് ദൈവത്തിനൊന്നും ഉണ്ടാത്ത നിലത്ത് ഇന്നലെ ലൈവ് എടുക്കാത്ത എന്താ ഇന്നലെ എന്താ കാരണം ചേട്ടനെ അറിയാം ചേട്ടൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടുപാപ്പ് കഴിക്കാൻ വെള്ളം നേരം വേണം 10 മണിക്ക് ഒപ്പം വെള്ളം കൂടി കഴിക്ക് വെള്ളം കൂടി കുടിക്കേ എന്ത് പറയാ 8 മണി ഇന്നലെ ജലദോഷം വന്ന് പക്ഷെ ഇന്നലെ രാത്രി 8 മണിക്ക് സുന്ദര മണിക്ക് ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തു ഞാൻ വിചാരിച്ചില്ലാട്ട തീരുന്ന് അതാണ് ഞാൻ പിന്നെ അവിടെ നിർത്തിയത് പക്ഷെ ദേവട്ടിയും ഉണ്ണിയും ചോറുന്നില്ല കൊള്ളിമുട്ട തട്ടുകട സ്പെഷ്യൽ കൊള്ളിമുട്ട മാത്രം കഴിച്ച് ഞാനും കഴിച്ചിട്ട് നന്നായിട്ട് അയ്യടാ കയ്യിലേക്ക് വലിയ കുട്ടിയാവും തോറും കുട്ടിയുടെ പോലെ അഭിനയിച്ചു എന്താ കറി ചത്താരക്ക് ഇവിടെ വീട്ടില് സ്വത്താരക്ക് കറിയും ചോദിക്കാൻ തെറ്റിന്റെ തെറ്റാട്ടോ സ്വത്താര സ്കൂളിൽ നിന്ന് ചോറിനാണോ സ്കൂളിലാണ് ചോറും കറിയൊക്കെ ഇവിടുന്ന് ചോറ്റും മാത്രം സ്പൂണാണ് കൊണ്ടുപോകാം ദേവട്ടി ഇന്നലെ സ്പൂണ് കൊണ്ടുപോകാണ്ട് എങ്ങനെ തിന്നുള്ള വീഡിയോ വേറെ വരും ദേവട്ട ഫേസ് മാത്രമല്ലേ ഉള്ളൂ പിള്ളേരുടെ ഒന്നും ഫോട്ടോ അല്ലല്ലോ ഇല്ലെന്താ വേഗം കഴിച്ചോ തീരാൻ നമുക്ക് വെള്ളം കുടിച്ചോ ലേറ്റ് ആയി കഴിഞ്ഞാൽ അന്ന് അച്ചാച്ചൻ്റെ ചീത്താൻ കൂടി ഞാൻ കേൾക്കണം ഞങ്ങള് ദിവസം പോയി ഒരു ദിവസം പോയില്ലേ ശേഷം ഞങ്ങൾ സ്പൂണുണ്ടോ ഇവിടെ ഒരു തമാശ ഉണ്ട് ഞാനും ദേവട്ടി കൂടി ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേ ഇൻസ്റ്റയിലും കൂടി അപ്ലോഡ് ചെയ്യാം ഇൻസ്റ്റയിലും കൂടിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യണ നേരത്തെ സുന്ദരമണി ഡാൻസ് വീഡിയോ ഇരുന്നിട്ട് ഞാൻ അത് മുന്നേ കണ്ടിട്ടില്ല കോഴിമുട്ട പ്രോട്ടീൻ ദിവസം കുട്ടികൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഭക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ ചായക്ക് കടി സ്നാക്സ് എന്താണല്ലോ അതിന്റെ കൂടെ മുട്ട പുഴുങ്ങി കൊടുക്കുന്നത് നല്ലതാണ് കുട്ടി അമ്മ പ്രത്യേകിച്ച് കുട്ടി അമ്മയ്ക്ക് കൊടുക്കുന്നത് വളരെ വളരെ നല്ലതാണ് പ്രോട്ടീൻ ദേവട്ടി ഉച്ചയ്ക്ക് ഞാൻ കൊണ്ടുപോയിട്ട് കഴിക്കുക ഞാൻ ഇപ്പൊ ചായക്കടയിൽ കയറണ നേരത്താണെങ്കിൽ ഒരു കാപ്പി ഒരു മുട്ട പുഴുങ്ങിയത് ഉള്ളിവിടാം മുട്ട പുഴുങ്ങി കഴിക്കും സുന്ദരി ഡാൻസ് കാണാണ് അതിന്റെ ഇടയിൽ ദേവട്ടി ഒരു മാസത്തിനടുത്തുള്ള ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ജോലിക്ക് കയറിയ വിശേഷങ്ങളൊക്കെ ഉണ്ടാ ദേവട്ടിക്ക് ഒന്നും പറയാൻ ഒതുങ്ങിക്ക് കളിക്ക് കളിക്കടാ ഇങ്ങനെ കഴിച്ച പൂലുണ്ടാവില്ല ഇവിടുന്ന് മുടി അടിക്കല്ലേ കുറച്ച് ദിവസല്ലേ അച്ഛനോട് പരത്തി ചേട്ടാ കുട്ടി വേഗം നടക്കുമ്പോ ചിലപ്പോ ദിവസം ഞാൻ തമാശ കളിച്ചു അച്ഛന് ലൂസാവും ഞാനായിരുന്നു അച്ഛനല്ല കഴിക്കില്ലാട്ടോ നോക്കി നേരെ കളയാൻ വേണ്ടി തോണ്ടി നിക്കട്ടാ അച്ഛനെ ബുദ്ധിമുട്ടില്ല എനിക്കാ ബുദ്ധിമുട്ടുണ്ടാവുക തിങ്കളാഴ്ച ആരെ പഠിക്കാൻ വന്നാച്ച് യൂണിഫോം ബെൽറ്റല്ലേ പാവാടയ്ക്ക് പ്രശ്നമുണ്ടോ പാവാടിക്കുന്നു പ്രശ്നം പാവാട നെഞ്ഞു കഴിക്ക് ദേവട്ടി നോക്കിയേ ഞാൻ ഒന്നും പറയുന്നില്ല വിചാരിച്ചിട്ട് തമാശ കളിക്കുക നീ ഇന്നലെ എന്താ ചേട്ടൻ പറഞ്ഞു നേരത്തെ വരാൻ പറഞ്ഞിട്ടാ ഞാൻ കൊണ്ടാക്കില്ല ടക്കി നേരല്ലേ
പഠിക്കണ്ട അത്ര തന്നെ ഇരുന്നോ അല്ലെങ്കിൽ പോയിട്ട് വലിയ കാര്യം ഇത് നേരത്തെ എഴുതിട്ട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു വെറുതെ പല്ലേക്കാണ്ട് വെറുതെ അങ്ങോട്ട് നടക്കുക. എന്റെ പിന്നാലെ വന്ന് കണ്ടിട്ട് എന്താ പറയാ കുട്ടീനെ വേഗം പറഞ്ഞിട്ട് മനസ്സിലാക്കിയിരിക്കുക ചെയ്യാ എന്റെ പിന്നാലെ വന്നിട്ട് പറയല്ലേ ചെയ്യാ വെറുതെ നടക്ക നിന്റെ പിന്നാലെ പറയാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എന്താ എപ്പ പറഞ്ഞു കൊടുക്കാൻ പറയും പഴം പഴം മാത്രം മുട്ട തിന്നുണ്ണി ആദ്യേ അതിനെന്താ വേണ്ടി കൊടുത്തോ ഇതിന്റെ ഇടയിൽ മുട്ട കൊടുക്കപ്പഴം മുട്ട കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തമാശ കളിച്ചിട്ട് കിണുകാന്നൊക്കെ കുറച്ച് നേരത്തെ കാര്യങ്ങൾ ചെയ്തോ എപ്പ എഴുന്നേറ്റതാ നേരത്തെ എന്നിട്ട് എന്താ കാര്യം പക്ഷെ ഉണ്ണിക്ക് എപ്പ ബ്രഷ് ഉണ്ണി ശരിക്കും കഴിക്കേ ഉണ്ണിക്ക് എപ്പ അച്ഛൻ ബ്രഷ് പേസ്റ്റ് പറ്റിച്ചതാ പഴ ഉണ്ണിക്ക് എപ്പ അച്ഛൻ കൊടുത്ത ഇത് പേസ്റ്റ് പറ്റിച്ചതാ ടൈറ്റൊക്കെ ഉണ്ടല്ലോ അല്ലേ നടക്കുമ്പോൾ ഓടുമ്പോഴൊക്കെ പ്രശ്നമാണ്. ഞാൻ ഇങ്ങനെ കഴിക്കല്ലേ കുഞ്ഞുമണിയെ അടിപൊളി കടിക്കട്ടെ ഉണ്ണിതാ മുട്ട തിന്നിട്ട് ഇതാ കൂടിയിടാ ആരെ പഴം വിട്ട് നിന്നോ കഴിഞ്ഞു ഇപ്പൊ മുട്ട കഴിക്കണ മുട്ട കഴിക്കണ നേരത്ത് പഴം തിരുമ്പി മതിയാ. ഈ മുട്ട കഴിച്ചിട്ട് പിന്നെ പഴം വിട്ട് തിരുമ്പ ഇങ്ങനെ കാണിച്ചു തന്നൊരു വണ്ടി പോയ നല്ല പ്രശ്നം കിട്ടുന്നു അല്ല വണ്ടിക്കാർ ഈ ഭാഗം മൊത്തം ബ്ലോക്കാ വേഗം സെറ്റാക്കി അച്ഛനെ വിട്ടോ. നേരത്തെ എനിക്ക് നേരത്തെ എല്ലാം ചെയ്താൽ മതി. അച്ചായി കുളിച്ച് വരുമ്പോ അച്ചായി കുളിച്ച് ഇറങ്ങി വന്ന് ഉണ്ണിക്ക് കയറിക്കോ. ലൂസ് ഉണ്ടല്ലേ പഴമൊക്കെ തരാൻ ഉണ്ണി ബാക്കിയുള്ളത് വന്നിട്ട് കഴിച്ചു നേരായി. മുട്ട പുങ്ങിതണ്ട് തീർക്ക്. എന്താ പറയണ വെള്ളം മതി ഇത് പറഞ്ഞോണ്ട് ഉണ്ണി എനക്ക് എന്തൊന്നും നേരെ വന്നിട്ട് എന്താ കാര്യം. ഞാൻ കുറച്ച് അല്ലെങ്കിൽ വീഡിയോയിലൊന്നും കേൾക്കില്ല. എന്റെ ബില്ലുണ്ട് നോക്കിയേ ഒന്ന് ഇല്ലില്ല മേലെ ഒന്നല്ല കുടിച്ചേ ഗ്ലാസ് അമ്മ വെക്കണ്ടേട്ടാ അച്ഛമ്മ കുറി വെച്ചോർക്കുണ്ട്. പാവാട ലൂസാണ് അവളെ കൊലിക്കൂഞ്ഞോ വെള്ളം കുപ്പി അച്ഛനെ വെച്ചിട്ട് കിട്ടോ വീട്ടിൽ പോന്നിട്ട് കുട്ടി പോയിട്ടാ കുട്ടി അച്ഛനും അച്ചാച്ചനൊക്കെ കൂട്ടിയിട്ട് വണ്ടിയായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഓക്കെ ബൈ. ഇന്നലെ ഒരു എണ്ണ തേച്ചതാ ഞാൻ പറഞ്ഞതാ ഇപ്പൊ തേക്കണ്ടെന്ന്. അത് തെറ്റിയെന്നുണ്ട് തേച്ചു പണി കിട്ടി. അപ്പൊ ഓക്കെ ബൈ ഗൈസ്.